യെസ്. ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്? പ്രാക്ടിക്കൽ 4 അല്ലേ? ഓക്കെ. സോ പ്രാക്ടിക്കൽ 4 മാസ്കോ ലിമിറ്റഡ് വിഷസ് ടു റേസ് അഡീഷണൽ ഫിനാൻസ് ഓഫ് 10 lakhs ഫോർ മീറ്റിംഗ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്. ഓക്കെ. സോ ഒരു ഇപ്പൊ ഉള്ളതല്ല, ഇനിയൊരു അഡീഷണൽ ആയിട്ട് ഫിനാൻസ് ഒരു 10 ലക്ഷം രൂപയും കൂടി കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തു. ഇറ്റ് ഹാസ് 2,10,000 in the form of retained earnings available for investment purposes. ഇപ്പോ പുതിയ ബിസിനസ് അല്ല, ഓൾറെഡി ഉള്ള ബിസിനസ് തന്നെയാണ്. അപ്പൊ അവർക്ക് ഓൾറെഡി എന്തുണ്ട്? 2,10,000 രൂപ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന പോലെ ഉണ്ട്. ക്ലിയർ അല്ലേ? ഫർദർ ഡീറ്റെയിൽസ് ആർ ആസ് ഫോളോസ്. ഡെറ്റ് ഇക്വിറ്റി മിക്സ് 3:7. സോ ഇവിടെ ഇവര് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 3:7 ആണ്. അപ്പോ കോസ്റ്റ് ഓഫ് ഡെറ്റ്, നമുക്കിപ്പോ ഡെറ്റ് എടുക്കണമെങ്കിൽ അപ് ടു 1,80,000 10% ബിഫോർ ടാക്സും, ബിയോണ്ട് 1,80,000 16% ബിഫോർ ടാക്സ് ആയിരിക്കും. സോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? 10% ബിഫോർ ടാക്സ് വരുന്നുണ്ട് 1,80,000 വരെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ആഫ്റ്റർ 1,80,000 16% വരുന്നുണ്ട്. EPS 4 വന്നിട്ടുണ്ട്. സോ ഡിവിഡൻഡ് പേ ഔട്ട് ഇസ് 50% ഓഫ് ദ ഏർണിങ്സ്. ക്ലിയർ അല്ലേ? സോ 2 rupees ആയിരിക്കും ഡിവിഡൻഡ് കൊടുക്കുക. എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് 10% ആണ്. സോ ജി തന്നിട്ടുണ്ട്. കറന്റ് മാർക്കറ്റ് പ്രൈസും ടാക്സ് റേറ്റും തന്നിട്ടുണ്ട്. ഓക്കെ. യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ പാറ്റേൺ ഓഫ് റേസിംഗ് അഡീഷണൽ ഫിനാൻസ്. ഓക്കെ. ഇപ്പൊ ഞാന് ഇപ്പൊ വേറൊരു ടോപ്പിക് ഉണ്ട്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് എടുക്കാനുണ്ട്. അതിനെപ്പറ്റി ഞാൻ വേറൊന്നും ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ? സംബന്ധിച്ച ഡിറ്റർമൈൻ ദ പാറ്റേൺ ഫോർ റേസിംഗ് അഡീഷണൽ ഫിനാൻസ്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചെന്താ? നിങ്ങൾ ആ അഡീഷണൽ ആയിട്ട് എത്ര ഫണ്ട് വേണം നിങ്ങൾക്ക്? 10 ലക്ഷം വേണ്ട. ഈ 10 ലക്ഷം നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ റേസ് ചെയ്യാം? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 2,10,000 രൂപ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടല്ലോ. ഓക്കെ. സോ നിങ്ങൾക്ക് 10 ലക്ഷം വേണമെങ്കിൽ നിങ്ങൾ ഏത് റേഷ്യോയിലാണ് എടുക്കുന്നത്? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താവണം? 3:7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 ലക്ഷം ഡെറ്റും ബാക്കി 7 ലക്ഷം ഇക്വിറ്റി അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി 7 ലക്ഷം ഇക്വിറ്റി എന്ന് പറഞ്ഞു. എടാ, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സും വരൂലേ? അപ്പൊ റീറ്റെയിൻഡ് ഏർണിങ്സ് 2,10,000 ഉണ്ടെങ്കിൽ ബാക്കിയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുക്കുക. ക്ലിയർ ആണോ? അത് ബേസിക് കാര്യം. അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എന്താന്നുള്ളത് അല്ലെ? സോ 3 ലക്ഷം ബാക്കി 7 ലക്ഷം വരും. ആ 7 ലക്ഷത്തിന് തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസ്റ്റ് ടാക്സ് ആവറേജ് കോസ്റ്റ് ഓഫ് അഡീഷണൽ ഡെറ്റ്. അതായത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ എത്ര ഡെറ്റ് എടുക്കാൻ പോകുന്നത്? 3 ലക്ഷം. ആ 3 ലക്ഷത്തിന് ആഫ്റ്റർ ടാക്സ് എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്നാണ് ചോദിച്ചത്. ഓക്കെ ആണോ? എടാ, ആദ്യത്തെ 1,80,000 ബിഫോർ ടാക്സ് എത്രയാ റേറ്റ്? 10%. 1,80,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര റേറ്റ്? 16% അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 3 ലക്ഷം ഉണ്ട്. ആദ്യത്തെ 1,80,000 നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് വരും? 10% അല്ലെ? അപ്പൊ എത്രയാ വരിക? പറ. ആദ്യത്തെ 1,80,000 ഇൻട്രസ്റ്റ് എത്രയാ? 18,000 അല്ലേ? അല്ലടാ? യെസ്. ഇനി ബാക്കി നിങ്ങൾക്ക് എക്സ്ട്രാ എത്രയുള്ളേ? 1,20,000. ഈ 1,20,000 16% അല്ലേ ഇൻട്രസ്റ്റ് വരിക? അത്ര വരിക? 19,200. അപ്പൊ ടോട്ടല് ഈ 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വരുന്ന ഇൻട്രസ്റ്റ് 37,200 അല്ലേ? ഔട്ട് ഓഫ് 3 lakhs, റൈറ്റ്? അപ്പൊ ആവറേജ് എത്ര വരുന്നത് നോക്കി? 37,200 ഡിവൈഡ് ബൈ 3 lakhs എത്ര? 12.4. ആ, ഇത് ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ആണോ? ബിഫോർ ടാക്സ്. ടാക്സ് കഴിഞ്ഞിട്ട് നോക്കും. ടാക്സ് ഡിഡക്ഷൻ ഇതല്ലേ ഇൻട്രസ്റ്റ് റേറ്റ്. സോ ആഫ്റ്റർ ടാക്സ് എത്ര വരും? എത്ര ടാക്സ്? 50%. സോ ബാക്കി 6.2%. ക്ലിയർ ആണോ? സോ ഇത് രണ്ടും ഓക്കെ അല്ലേ? പാറ്റേണും ക്ലിയർ ആണ്, പോസ്റ്റ് ടാക്സും ക്ലിയർ ആണ്.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിംഗ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെ. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ നമുക്ക് ഇപ്പൊ ഗ്രോത്ത് റേറ്റ് ഒക്കെ തന്നുകൊണ്ട് ആ D1 ഡിവൈഡ് ബൈ P0 പ്ലസ് T ഇക്വേഷൻ യൂസ് ചെയ്തുകൂടെ, അത് ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ലാസ്റ്റ്ലി ഈ വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്ക് കാണാം. ക്ലിയർ ആണ് അല്ലെ? വെയിറ്റേജ് കിട്ടിയല്ലോടാ, 3 ലക്ഷം 7 ലക്ഷം ഉള്ളൂ അല്ലെ? യെസ്. ഇപ്പൊ KR ആൻഡ് KE സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടോ? ഇല്ല. സോ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ പ്രൈസ് വേറെ ഒന്നും പറയുന്നില്ല. സോ മാർക്കറ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് KR ഉം KE യും ഈക്വൽ ആയിട്ട് എടുത്തു പോകാം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ചേഞ്ച് വരുത്താം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ലല്ലോ. സോ ഹിയർ KE ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നോ അത് തന്നെയാണ് KR. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വാക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെറ്റാണോ? അപ്പൊ ഇത് സോൾവ് ചെയ്യാം. ഇപ്പൊ കാര്യം മനസ്സിലായി കഴിഞ്ഞ് ഇനി സോൾവ് ചെയ്യുമ്പോൾ നോക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. സോ നമുക്ക് ടോട്ടൽ ഫണ്ട് റിക്വയർഡ് എത്രയാ? ടോട്ടൽ ഫണ്ട് റിക്വയർഡ് ഈക്വൽ ടു ഹൗ മച്ച്? 10 lakhs rupees. So debt equity ratio 3:7. Therefore debt equal to 3/10 of 10 lakhs equal to 3 lakhs. Equity 7/10 of 10 lakhs equal to 7 lakhs. Clear? So E 7 lakhs can be split into 2,10,000 rupees retained earnings. Retained earnings. So remaining 4,90,000 എന്താണ്? ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ക്ലിയർ അല്ലേ? തെറ്റാണ്. അടുത്തത് ഡെറ്റ് എത്ര വേണം? 3 lakh അല്ലെ? അപ്പോ ഇതാ ഇൻട്രസ്റ്റ് ഓൺ 1,80,000 ഈക്വൽ ടു 10% ഓഫ് 1,80,000 ഈക്വൽ ടു 80,000. Interest on 1,20,000 equal to 16% of 1,20,000 equal to 19,000. Total 12. So therefore, average interest rate equal to 37,200 by equal to 12.4%. So post-tax cost of additional debt is equal to 12.4 into 1 minus 0.5, 6.2%. Concept okay അല്ലേ? ഇത് രണ്ടും ഒറ്റക്കനെ ചെയ്തു തുടങ്ങുന്നത് പറ്റും. ഇനി KE കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെ? സോ KE കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? D1 by P0 plus G. സി D0 ഓൾറെഡി ഇവരെ തന്നിട്ടുണ്ട്. EPS എത്രയാ? സോ കഴിഞ്ഞ വർഷത്തെ അല്ല EPS, എക്സ്പെക്ടഡ് EPS അല്ലല്ലോ പറയുന്നത്, ലാസ്റ്റ് ഇയർ EPS. അപ്പൊ ലാസ്റ്റ് ഇയറിന്റെ ഡിവിഡൻഡ് തന്നിട്ടുള്ളത് എത്രയാ? ഡിവിഡൻഡ് 50% ഓഫ് EPS. എത്രയാ? 2 rupees. സോ അത് വെച്ചിട്ട് നമുക്ക് ഇതാ D0 into 1 plus G divided by P0 plus G അല്ലെ? സി D0 എത്ര കിട്ടിയിട്ടുണ്ട്? D0 is equal to 4 into 50% equal to 2. അപ്പൊ ഇവിടെ 2 into 1 point എത്ര പെർസെന്റേജ് ആ ഗ്രോത്ത്? 10%. So 10% growth 1.1 divided by P0 is 44 plus 0.1. So 2.2 divided by 44 0.05 plus 0.1 which is equal to 15%. So ഇതാണ് KE. Okay. So absence of informations, absence of flotation costs, we can take KE is equal to KR. Clear അല്ലേ? KR is also 15%. Absence of information, absence of flotation cost എന്നുള്ള രീതിയിൽ കൊടുക്കുക. തെറ്റല്ലടാ? Okay. So in the absence of flotation cost, we can take KE is equal to KR. അങ്ങനെ കൊടുക്കും. ഇപ്പൊ ഇവിടെ ശരിക്കും ഫ്ലോട്ടേഷൻ കോസ്റ്റ് വേണം അല്ലെ?
ശരിക്കും നമ്മൾ പി എൽ എടുക്കാം. പി എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ എന്താണ് ഇഷ്യൂ പ്രൈസ് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇഷ്യൂ പ്രൈസ് തരാത്തോണ്ട് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല. ക്ലിയർ അല്ലേ? അത് ചെയ്തൂടെ? വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്യാം. സോ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്യുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ ഇതാ ഡെറ്റ് എത്രയാ പറഞ്ഞത്? 3 lakh. ബാക്കി ഇക്വിറ്റി എത്രയാ? 7 lakh. സി കെ ആറും കെയും സെയിം അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിന് സ്പ്ലിറ്റ് ചെയ്യേണ്ട പോലെ ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? ഇതിന്റെ കോസ്റ്റ് എത്രയാ? ഇവിടെ 6.2%. ഇത് എത്രയാ? 15%. സോ യു ക്യാൻ ടേക്ക് 0.3 ആൻഡ് 0.7. സി ഇപ്പോ കെ ആറും കെയും ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യണം? 2,10,000 4,90,000 സ്പ്ലിറ്റ് ചെയ്യണം. അല്ലേടാ? അപ്പൊ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വൈ നോട്ട് സ്പ്ലിറ്റിംഗ്? ബിക്കോസ് സെയിം ആയിരുന്നു. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെ ജസ്റ്റ് അസംഷനോ അല്ലെങ്കിൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് താഴെ താഴെ എഴുതി പോവാം. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാന്നുള്ള ഒരു ഐഡിയ കിട്ടും. സാധനങ്ങളൊന്നും സോൾവ് ചെയ്തോ. ഫസ്റ്റ് നിങ്ങൾ ഇത് ചെയ്യാം. ടോട്ടൽ ഫണ്ട് റിക്വയർഡ് ആ ഒരു സ്പ്ലിറ്റ് കാണിക്കുക. പിന്നെ 6.2% വരെ ചെയ്യാം. ഓക്കെ.
6.2% വരെ പോകും. പിന്നെ കെ കണ്ടുപിടിക്കുക, പിന്നെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, സോ നോട്ട് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാം. എന്തുകൊണ്ടാ സ്പ്ലിറ്റ് ചെയ്യാത്തതെന്നൊക്കെ എഴുതി വെക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതേ ക്വസ്റ്റിൽ ഇവർക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, സ്പ്ലിറ്റിംഗ് ഉള്ള കേസ് എടുത്തൂടെ? മനസ്സിലായോ? 2,10,000 4,90,000 സ്പ്ലിറ്റ് ചെയ്ത് കെയും ഡിഫറെന്റ് ആക്കാൻ കൊണ്ടുവരാൻ പറ്റും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൊണ്ടുവന്നാൽ പോരെ? ക്വസ്റ്റിന്റെ ഒറ്റ കാര്യമുള്ള ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൊണ്ടുവന്നാൽ കെ ആൻഡ് കെ ആർ വിൽ ബി ഡിഫറെന്റ്. എപ്പോഴും കെ കൂടുതലായിരിക്കും കേട്ടോ. കാരണം കെ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് ഫണ്ട് കിട്ടല്ലേ. അപ്പോ ആഫ്റ്റർ ഫ്ലോട്ടേഷൻ കോസ്റ്റേ ആർക്ക് കിട്ടുള്ളൂ? കമ്പനിക്ക് കിട്ടുള്ളൂ. അപ്പൊ കമ്പനിക്ക് കിട്ടുന്ന പൈസ കുറവായിരിക്കും, കൊടുക്കേണ്ടി വരുന്ന റിട്ടേൺ സെയിം ആയിരിക്കും. മനസ്സിലായോ? സോ ഇങ്ങോട്ട് കിട്ടുന്നത് കുറവായിരിക്കും കമ്പനിക്ക്. ക്ലിയർ? സോ നേരത്തെ ഫൈനൽ ആൻസർ 12.36 ആ. ഓക്കെ, സിമ്പിൾ ആണ്. സോ ലാസ്റ്റ് ഹെഡിങ് കൊടുക്കാം. സോ ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുക്കാം, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ലാസ്റ്റ് ടോപ്പിക്. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഹെഡിങ് കൊടുത്തില്ലേ? ദിസ് ദ ലാസ്റ്റ് ടോപ്പിക്. ഓക്കെ, ശ്രദ്ധിച്ചോ. ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ടുപിടിച്ച സംഭവം തന്നെയാണ്. അതായത് ഓൾറെഡി ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുക, ഓൾറെഡി അവർക്ക് ക്യാപിറ്റൽ ഉണ്ട്, ഓൾറെഡി എന്തൊക്കെ ഡെറ്റ് ഒക്കെ ഉണ്ടാവും. ഇനി അഡീഷണൽ ആയിട്ട് ഒരു ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ആ അഡീഷണൽ ആയിട്ടുള്ള ഫണ്ടിന് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യനും അതേപോലെ തന്നെയാണ് അല്ലേ? ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യനിൽ ഓൾറെഡി അവർ റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഓൾറെഡി ഉള്ള ബിസിനസ് അല്ലേ. അപ്പൊ ഓൾറെഡി അവർക്ക് എന്തുണ്ടാവും? കുറച്ച് ഇക്വിറ്റി ഉണ്ടാവും, ഓൾറെഡി കുറച്ച് ഡെറ്റ് ഒക്കെ ഉണ്ടാവും. അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഒന്നും തന്നിട്ടുമില്ല. ഇനി അഡീഷണൽ ആയിട്ട് വരാൻ പോകുന്ന 10 ലക്ഷത്തിനെ പറ്റിയിട്ടല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. സോ അഡീഷണൽ ആയിട്ട് വരുന്ന 10 ലക്ഷത്തിനെ പറ്റിയിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ? ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു ബിസിനസ് തുടങ്ങി, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം ഉണ്ട്. അത് നിങ്ങൾ പല കാര്യത്തിന് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഫർദർ ആയിട്ട് ഒരു 10 ലക്ഷം കൂടി റേസ് ചെയ്യാൻ പോവാം. എന്തിന്? പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നോക്ക്, ആദ്യം നിങ്ങളുടെ കയ്യിലുണ്ടായ 10 ലക്ഷത്തിന് നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു 20% ആണ്. ക്ലിയർ? നിങ്ങൾ പിന്നീട് റേസ് ചെയ്യാൻ പോകുന്ന അഡീഷണൽ ആയിട്ടുള്ള 10 ലക്ഷത്തിന് വരുന്ന കോസ്റ്റ് ജസ്റ്റ് ഒരു 10% കൊടുക്കും. ക്ലിയർ ആണോ? പണ്ടത്തേനും 20-ഉം ഇപ്പോഴത്തേനും 10-ഉം. അപ്പൊ ഇനി നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുമ്പോൾ ഈ പുതിയ 10 ലക്ഷം വെച്ചിട്ടല്ലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഈ മൊത്തം ഓവർ ഈ 20 ലക്ഷത്തിന്റെയും കോസ്റ്റ് കാണുന്നതിനേക്കാളും ബെസ്റ്റ് എന്തായിരിക്കും? ഈ അഡീഷണൽ ആയിട്ട് നിങ്ങൾ റേസ് ചെയ്യുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നതല്ലേ. ഓൾറെഡി കഴിഞ്ഞത് കഴിഞ്ഞു, അത് പോട്ടെ. ഇനി നിങ്ങൾ ഒരു 10% കടം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 15% റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ബെറ്റർ അല്ലേ? മനസ്സിലായോ? ആ ഒരു ബെനിഫിറ്റ് കിട്ടുമല്ലോ. ഇപ്പൊ നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓൾറെഡി നിങ്ങൾക്കൊരു 20% കോസ്റ്റ് ഉണ്ട്. ഓക്കെ ആണോ? യെസ്. സോ 10 ലാക്സിന്റെ ഫണ്ടിന് ഇനി ഒരു 10 ലക്ഷം കൂടി റേസ് ചെയ്യുമ്പോൾ ആ 10 ലക്ഷത്തിന് നിങ്ങൾക്ക് 10% കോസ്റ്റ് വരുന്നത്. സി, അപ്പൊ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബിഫോർ ദ പ്രപ്പോസൽ? 20%. അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 10%. ക്ലിയർ ആണോ? ഈ അഡീഷണലിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇങ്ങനെ ചോദിച്ചൂടെ, ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദ പ്രപ്പോസൽ വാട്ട് ഈസ് ദ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? സോ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ പോസിബിൾ ആണ്. ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് എത്രയാണ്? സോ ഇത് നോക്കണം, ഇപ്പോഴുള്ളത് നോക്കണം. സോ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 15% കിട്ടും. കാരണം പണ്ടത്തെ 20%, ഇപ്പോഴത്തെ 10% നോക്കുമ്പോൾ വെയിറ്റേജ് സെയിം ആയതുകൊണ്ട് 15% കിട്ടും. അപ്പൊ പണ്ട് എത്രയായിരുന്നു? 20%. പുതിയ സാധനത്തിന് 10%. ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ 15%. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യാൻ പോവാണ്, ഒരു 10 ലക്ഷത്തിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യണ്ടേ?
ആ NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യാം, ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ നോക്കാൻ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾക്ക് കിട്ടുന്നത് 14% റിട്ടേൺ ആണ്. ഓക്കെ, സി ഓവറോൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 15% വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ 14% റിട്ടേൺ കിട്ടുന്നത് അത്ര കാര്യമല്ല, നമുക്ക് ലാഭമില്ലല്ലോ. മനസ്സിലായോ? 15% ചെലവുള്ള ആൾക്ക് 14% റിട്ടേൺ കിട്ടുന്നു പറയുമ്പോൾ ലാഭമില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ചേക്കാം, കമ്പനി ഒരു ഓൾറെഡി 20% കോസ്റ്റ് ഉള്ള ആളാണ്. ഇനി അഡീഷണൽ ആയിട്ട് 10 ലക്ഷം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനാകെ എത്ര ഉള്ളൂ? 10% ചെലവുള്ളൂ. അഡീഷണൽ ആയിട്ട് 10 ലക്ഷം വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് എനിക്ക് 14% റിട്ടേൺ ആക്കാൻ പറ്റും. അവിടെ ഒരു 4% ലാഭം വരുന്നുണ്ട്. ഓൾറെഡി കഴിഞ്ഞ കഥ പോട്ടെ, ഇനി ഒരു 10 ലക്ഷം റേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 14% റിട്ടേൺ ഉണ്ടാക്കും. അതിന് 10% ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. സോ അഡീഷണൽ റുപ്പിക്ക് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. സോ കുറച്ചും കൂടി ബെറ്റർ ഏതായിരിക്കും? ഈ അഡീഷണൽ റുപ്പി വെച്ച് കമ്പയർ ചെയ്യുന്നതാണ് അല്ലെ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനാണ്. കോസ്റ്റ് കണ്ടുപിടിച്ചാലേ നമുക്ക് റിട്ടേൺ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ബെസ്റ്റ് ആണോ അല്ലയോ നോക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാം, ഓർ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാം. ക്ലിയർ അല്ലേ? സോ ഇവിടെ മനസ്സിലായി, മുമ്പത്തെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 20%, അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. ആഫ്റ്റർ ദ പ്രൊപ്പോസൽ ദ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് 15%. 3 ഡിഫറെന്റ് രീതിയിൽ ചോദിക്കാം. ക്ലിയർ അല്ലേ ശിഖ? പണ്ട് ഇത്ര ആയിരുന്നു, പുതിയതിന് ഇത്ര, രണ്ടും കൂടി കൂട്ടുമ്പോൾ ആവറേജ് ഇത്ര. സംഭവം അതാ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ പറയും ഈ ഒരു പെർസെന്റേജിലാണ്, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ ഫണ്ട് റേസ് എന്ന് പറഞ്ഞില്ലേ, ഈ അഡീഷണൽ ആയിട്ട് റേസ് ചെയ്യുന്ന ഫണ്ട് എങ്ങനെ റേസ് ചെയ്യണമെന്ന് അറിയണ്ടേ? ചിലപ്പോൾ ഇക്വിറ്റി കുറച്ചുണ്ടാവും, കുറച്ച് റീറ്റെയിൻഡ് ഏർണിങ്സ്, കുറച്ച് ഡെറ്റ് ഉണ്ടാവും. സോ അത് അവർ തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദാറ്റ്. ഇപ്പൊ ഞാൻ ഈ അഡീഷണൽ ആയിട്ട് റേസ് ചെയ്യാൻ പോകുന്ന 10 ലക്ഷം, ചിലപ്പോ 2 ലക്ഷം ഇക്വിറ്റി, 2 ലക്ഷം ഡെറ്റ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതെടുക്കാം. പക്ഷെ നിങ്ങളോടൊന്നും പറയുന്നില്ല. ഇത് 10 ലക്ഷം എടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ളത് എങ്ങനെ എടുക്കുന്നു എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഒരു 10 ലക്ഷം ഇല്ലേ, ഓൾറെഡി കമ്പനിക്ക് ഒരു ഡെറ്റ് ഇക്വിറ്റി മിക്സ് ഉണ്ടാവും. അപ്പൊ മുമ്പ് എന്താണോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ടായിരുന്നത്, മുമ്പ് എന്തായിരുന്നു റിസ്ക് ഒക്കെ ഉണ്ടായിരുന്നത്, അതേ റിസ്ക് തന്നെയാണ് കമ്പനി ഇനിയും എടുക്കാൻ പോകുന്നത് എന്നുള്ള അസംഷനിൽ പോകും. സോ എക്സിസ്റ്റിംഗ് ആയിട്ട് കമ്പനി 3:7 ഇനി എടുക്കാൻ പോകുന്ന ഫണ്ട് എന്തിൽ തന്നെ എടുക്കും? 3:7 തന്നെ എടുക്കുന്നു. മനസ്സിലായ? ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനിൽ 3:7 കണ്ട. അത് പണ്ടുണ്ടായിരുന്നത് എത്ര ലക്ഷമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ 30 ലാഖും 70 ലാഖും ആയിരിക്കും. അപ്പൊ പണ്ടുണ്ടായിരുന്ന 30 ലാഖും 70 ലാഖും 3:7 മിക്സ് ആയിരുന്നു. സോ അത് ഒപ്റ്റിമൽ മിക്സ് ആണ്, ഏറ്റവും ബെസ്റ്റ് മിക്സ് ആണ്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ബെസ്റ്റ് ആണ്. സോ അതേ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ എന്താ പറയുക, വെയിറ്റേജിന് വലിയ പ്രശ്നമൊന്നുമില്ല. വെയിറ്റേജ് നിങ്ങൾക്ക് എന്തെന്നെ എടുക്കാം, ഓൾറെഡി എന്താണോ ബെസ്റ്റ് മിക്സ്ചർ എന്ന് പറയുന്നുണ്ട് അത് തന്നെ എടുക്കാം വെയിറ്റേജ്. കോസ്റ്റ് മാത്രം നോക്കണം. സോ അഡീഷണൽ ആയിട്ട് എടുക്കാൻ പോകുന്ന ഡെറ്റിന് എത്രയാ കോസ്റ്റ്, അഡീഷണൽ ആയിട്ട് എടുക്കാൻ പോകുന്ന ഇക്വിറ്റിക്ക് എത്രയാ കോസ്റ്റ്, അത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 18 ചെയ്യുമ്പോഴേക്കും അതിന്റെ ഡീറ്റെയിൽ കോൺസെപ്റ്റും ക്ലിയർ ആവും. സംഭവം മനസ്സിലായില്ലേ? അപ്പൊ നോട്ട് എഴുതി പോവാം. സോ ഇത് തീരുമ്പോഴേക്കും നമുക്ക് സെറ്റ് ആവും കേട്ടോ. എഴുതിക്കോ. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ may be defined as the cost of raising marginal cost of capital may be defined as cost of raising additional rupee of capital. Defined as cost of raising additional rupee of capital. ക്ലിയർ അല്ലേ? യെസ്. സോ അതായത് എക്സിസ്റ്റിങ്ങിനേക്കാളും എക്സ്ട്രാ എത്ര ഉണ്ട് അല്ലെ, ആ എക്സ്ട്രാ ഫണ്ട് എത്രയാണുള്ളതെന്ന് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഡിറൈവ്ഡ് marginal cost of capital is derived when marginal cost of capital is derived when average cost of capital is calculated using marginal weight.
average cost of capital is calculated using marginal weight. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ സംഭവം ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര ഫണ്ട് പുതിയതായിട്ട് ഇടാൻ പോവാ, ആ പുതിയതായിട്ട് ഇടാൻ പോകുന്ന ഫണ്ട് ഏത് പ്രൊപ്പോർഷൻ ഇടണം എന്ന് തീരുമാനിക്കും. ആ പ്രൊപ്പോർഷൻ എടുത്താൽ മതി. 30%, 40%, 70% ആണെങ്കിൽ അങ്ങനെ തന്നെ എടുത്താൽ മതി. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായത് ബെസ്റ്റ് ആണ്, അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ക്ലിയർ? അപ്പൊ ആ പോയിന്റ് ആയിരുന്നു. സോ ടു കമ്പ്യൂട്ട്, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, the intended financing proportion should be applied as weight. The intended financing proportion should be applied as weight. Clear ആണോ? ഓക്കെ. താഴെ ചെയ്ത so if it's not given, take the optimal mix. അവർ പറയും ഇതാണ് ബെസ്റ്റ് ഡെറ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ക്വസ്റ്റിൽ എങ്ങനെ പറയുന്നത് നോക്കണം. ചിലപ്പോ നോക്ക്, എടാ ശ്രദ്ധിക്കേ, ഓൾറെഡി ഉണ്ടായിരുന്നത് ചിലപ്പോൾ 3:7 ആയിരിക്കും. ഇവര് 10 ലക്ഷം എടുക്കാൻ പോകുന്നത് 5:5 മനസ്സിലായോ? അവരുടെ പ്ലാൻ എന്താന്ന് നോക്കാം. പ്ലാൻ എന്താന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾറെഡി ഉള്ളത് എടുക്കാം. ക്ലിയർ അല്ലേ? യെസ്, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, illustration 18. illustration 18. So last question. Sorry. illustration 18. ഓക്കെ അല്ലടാ? സോ ഇതില് ഈ ചാപ്റ്ററിലെ ഏറ്റവും മീൻസ് കൂടുതൽ സ്റ്റുഡൻസ് ചെയ്യാത്ത ക്വസ്റ്റൻ ആണിത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ക്വസ്റ്റൻ ആണിത്. ഓക്കെ, എന്റെ ക്ലാസ്സിനല്ല, പല ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യില്ല, കുറച്ച് കോൺസെപ്റ്റ് അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇതുവരെയുള്ള കോൺസെപ്റ്റ് ഓക്കെ ആണോ? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞ എന്താണെന്ന് അറിയാം, ക്ലിയർ ആണ്. അപ്പൊ ഇനി നിങ്ങൾ ഫസ്റ്റത്തെ ആ ഒരു ഇത്ര വരെയുള്ള പാർട്ട് വായിച്ചേ, ഈ പോർഷൻ വരെ, ഇവിടെ വരെ ഒന്ന് വായിച്ചേ, ഈ 2 lakh വരെ ഒന്ന് വായിച്ചേ. അനക വായിക്ക്. മിക്സ് എന്താണ് പ്രഭു? നിനക്ക് എന്തെങ്കിലും കേട്ടോ, എന്തൊക്കെ എഴുതി നോക്കി, എന്തെങ്കിലുമൊക്കെ എഴുതി നോക്കി. ശരി, അനി വായിക്കടാ. ഫസ്റ്റ് അതാ, ഇറ്റ് ഹാസ് എ ഫോളോവിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ഓൾറെഡി ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഉണ്ടായിരുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ഒപ്റ്റിമം. മനസ്സിലായ? സോ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് എങ്ങനെയുണ്ട്? 30,000 ഡിബെഞ്ചർ, 10,000 പ്രിഫറൻസ്, 1,60,000 ഇക്വിറ്റി ഉണ്ട്. സോ ടോട്ടൽ 2 ലക്ഷത്തിൽ ഇതല്ലേ മിക്സ്. സോ ഇപ്പൊ ഉള്ള മിക്സ് എന്താണോ ആ മിക്സ് ആണ് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ളത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പോകാണെങ്കിൽ അവർ ഇതേ പ്രൊപ്പോർഷനിൽ എടുക്കും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ആ വെയിറ്റേജ് എത്രയാന്നുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലടാ? 30,000 ഡിവൈഡ് ബൈ 2 lakh എത്ര പെർസെന്റേജാ? ടോട്ടൽ 2 ലക്ഷത്തിൽ 30,000 രൂപയല്ലേ ഡിബെഞ്ചർ? 15% അല്ലേ? അപ്പൊ നമ്മൾ ടോട്ടൽ ഇനി റേസ് ചെയ്യാൻ പോകുന്ന ഫണ്ടില് 15% എന്താക്കണം? ഡിബെഞ്ചർ ആണ്. ക്ലിയർ? അടുത്ത 10,000 ഡിവൈഡ് ബൈ 2 lakh അടിച്ചാലോ? 5%. അപ്പൊ 5% എന്ത് ചെയ്യണം? പ്രിഫറൻസ്. ക്ലിയർ അല്ലേ? അടുത്ത ബാക്കി 80% എന്ത് ചെയ്യണം? ഈക്വിറ്റി ഷെയർ. ക്ലിയർ ആണോ? സോ മാർജിനൽ വെയിറ്റ് കിട്ടിയില്ലേ? സ്റ്റാർട്ടിങ് തന്നെ സെറ്റ് ആണ്. ഓക്കെ. ഇനി അടുത്ത, the company has a market price of 23.60. സോ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാ തന്നിട്ടുണ്ട് ഷെയറിന്റെ? 23.6.
നെക്സ്റ്റ് ഇയറിന്റെ ഡിവിഡൻഡ് എന്താ പറഞ്ഞേ 50% ഓഫ് 2022 EPS. സോ 2022 EPS എന്താണോ അതിന്റെ 50% ആണ് നെക്സ്റ്റ് ഇയറിലെ ഡിവിഡൻഡ്. ക്ലിയർ ആണോ? സോ 2022 EPS നോക്ക് 2. ടേബിൾ കണ്ട ടേബിളിൽ എത്ര 2.36 അല്ലേ? അപ്പൊ അതല്ലേ EPS. ആ EPSന്റെ എത്ര പെർസെന്റേജ്? 50%. നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെ ഒന്ന് വായിക്കേ കേട്ടോ. ഓക്കെ. സോ 2022 EPS 2.36 അല്ലടാ. എത്രയാണ് അപ്പൊ ഡിവിഡൻഡ് വരിക? 50% ഓഫ് 2022 EPS 1.18. അപ്പൊ അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ഈസ് 1.18 അല്ലേ? ഒരു ഷെയർ. ക്ലിയർ ആണോ? സോ ഫോളോയിങ് ഇസ് എ യൂണിഫോം ട്രെൻഡ് ഓഫ് EPS ഫോർ ദ പാസ്റ്റ് 10 years. സോ കഴിഞ്ഞ 10 വർഷമായിട്ട് EPS എങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പൊ എത്ര പെർസെന്റേജ് ഗ്രോത്ത് എന്ന് കാണുമ്പോൾ മനസ്സിലാവൂലേ? നോക്ക്, 1 രൂപ എന്തായി? 1.10 എത്ര ശതമാനം കൂടി? 10% അല്ലേ? അടുത്തത് 10% അല്ലേ? പിന്നെ 10% പോലെയാണ് കൂടുന്നത്. സോ ദാറ്റ് മീൻസ് ഗ്രോത്ത് ഇസ് ഈക്വൽ ടു 10%. സോ യു ഗോട്ട് D1. G പ്രൈസ് തന്നിട്ടില്ലേ? P0 തന്നിട്ടില്ലേ? എത്രയാ? 23.6. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള KE കണ്ടുപിടിച്ചൂടെ? തെറ്റാണോ? KE കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? നെക്സ്റ്റ് ബാക്കി വായിക്കും. ഈ ഒരു 2 ലൈനും കൂടി വായിച്ചാൽ തീർന്നു. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതേ ഉള്ളൂ. ലാസ്റ്റ് 2 ലൈനും കൂടി. The company issued new debentures carrying 16% rate of interest and market price 90s. അതൊക്കെ അല്ലേ? 16% ഇൻട്രസ്റ്റ് ഉള്ള പുതിയ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തു. സോ അതിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാ? 16%. ഇപ്പൊ ഫേസ് വാല്യൂ എത്രയാ വരിക? എന്തായാലും 100 അല്ലേ? 100ന്റെ മുകളിൽ ഇൻട്രസ്റ്റ് എത്രയാ? 16. സോ ടാക്സ് ഒക്കെ കുറച്ചിട്ട് നമ്മൾ ഡിവൈഡ് ബൈ NP അടിക്കണ്ടേ? അപ്പൊ അല്ലെ KD കിട്ടുക. ക്ലിയർ ആണോ? യെസ്. സോ പുതിയതായിട്ട് വരുന്ന ഡിബെഞ്ചറിന്റെ KD കണ്ടുപിടിക്കാൻ ഇതല്ലേ എടുക്കുക. ഇവിടെ ബ്രാക്കറ്റിൽ ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യനില് 14% ഡിബെഞ്ചേഴ്സ്, താഴെ എന്താ ഉള്ളത്? 16%. 2 വ്യത്യാസമുണ്ട്. മുമ്പ് ഓൾറെഡി ഇഷ്യൂ ചെയ്തതിന് 14% ഡിബെഞ്ചറേ ഉള്ളൂ. അത് പണ്ടത്തെ വെയിറ്റഡ് ആവറേജ് കാണാൻ വേണ്ടി അത് എടുക്കാം. പുതിയത് അഡീഷണൽ കാണാൻ വേണ്ടി നമുക്ക് എന്തെടുക്കണം? പുതിയതിന് എത്ര വരുന്നതല്ലേ നോക്കണ്ടേ? അല്ലേ? ആൻഡ് ലാസ്റ്റ് വൺ പ്രിഫറൻസ് ഡിവിഡൻഡ് നോക്ക്. 9.2 ആണ് എന്ത് വരുന്നത്? പ്രിഫറൻസ് ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ്. സോ അതിന് ഡിവിഡൻഡ് ഓഫ് 1.1 പെർ ഷെയർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണോ? സോ 9.2 നമുക്ക് ഇവിടെ നാച്ചുറലി ഡൗട്ട് വരും. 9.2 X ആണോ കമ്മാണോ എന്നുള്ള ഡൗട്ട് വരും. സോ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒന്നും പറയാത്തോണ്ടും നമുക്ക് ഇതിന് 9.2 അല്ലെങ്കിൽ എന്താ പറയാ 9.2 മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു സാധനത്തിന് 1.2 പെർ ഷെയർ എന്തുണ്ട്? ഡിവിഡൻഡ് ഉണ്ട്. സോ ഇവിടെ ഒരു ക്ലാരിറ്റി വ്യത്യാസം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രണ്ടും എടുക്കാം. എക്സ് ആയിട്ടും എടുക്കാം, കം ആയിട്ടും എടുക്കാം. സോ ഇഫ് ഇറ്റ് ഈസ് അസ്യൂംഡ് ആസ് കം ഡിവിഡൻഡ്, നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് ഡിവിഡൻഡ് ആക്കി മാറ്റണം ആ 9.2നെ. അല്ല, ആ 1.1 എന്നുള്ളത് ഇതിൽ ഈ 9.2 ഇൻക്ലൂഡഡ് അല്ലാന്ന് എടുക്കുകയാണെങ്കിൽ 9.2 X ആയിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യാം. സോ നോക്കിയിട്ട് ചെയ്യാം. എക്സ് ഡിവിഡൻഡ് ആണോ കം ഡിവിഡൻഡ് ആണോ എന്നുള്ളത് കൊടുക്കണം. സോ അസ്യൂംഡ് ദാറ്റ് 9.2 ഈസ് എക്സ് ഡിവിഡൻഡ് പ്രൈസ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? സോ 9.2
റുപ്പീസ് ഉള്ള മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്രിഫറൻസ് ഡിവിഡൻഡിന് എന്തുണ്ട് 1.1 ഡിവിഡൻഡ് ഉണ്ട്. അത്രയും ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു ഇതാണ്. were also issued and the company is in 50% tax rate. So tax is also given. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് കണ്ടുപിടിച്ചൂടെ? ക്ലിയർ ആണോ? സോ കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കുക, കോസ്റ്റ് ഓഫ് ന്യൂ പ്രിഫറൻസ് കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഓക്കെ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ എന്നാണ് ചോദിച്ചത്. സോ പുതിയ ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ പുതിയ ഇഷ്യൂ പ്രൈസ് എടുക്കണ്ടേ? പക്ഷെ ഇവിടെ ബ്രാക്കറ്റിൽ എന്ത് പറയുന്നുണ്ട്? അസ്യൂമിങ് ന്യൂ ഇക്വിറ്റി ഫ്രം. സോ റീറ്റെയിൻ ഏർണിങ്സ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? മാർക്കറ്റ് പ്രൈസ് എടുത്താൽ മതി, നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്ന് എടുക്കല്ല, നിങ്ങൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ? നമ്മൾ ആ ഒരു D1/P എടുത്തപ്പോ പുതിയ ഇഷ്യൂ ആണോ അല്ല എക്സിസ്റ്റിംഗ് ആണോ അല്ല ന്യൂ ഫ്രം റീറ്റെയിൻ ഏർണിങ്സ് ആണോ അല്ല റീറ്റെയിൻ ഏർണിങ്സ് ആണോ നോക്കിയിട്ട് എടുക്കണ്ടേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ? കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ഫ്രം റീറ്റെയിൻ ഏർണിങ്സ്, അത് ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെൻ ന്യൂ ഷെയർസ് ആർ ഇഷ്യൂ. സോ പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോ ഒരു വർഷം കഴിയുമ്പോഴേക്കും എന്ത് വരും? റീറ്റെയിൻ ഏർണിങ്സ് വരൂലേ? ഇപ്പൊ നോക്ക്, 2022 EPS എത്രയുണ്ട്? 2. നിങ്ങൾ എത്രയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്? 1. ബാക്കി റീറ്റെയിൻ ഏർണിങ്സ് എത്രയുണ്ട്? 1.18. മനസ്സിലായോ? ഒരു ഷെയറിന് 1.18 എന്നുള്ള രീതിയിൽ റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ടാവും. എത്ര ഷെയർ ഉണ്ട്? ഓൾറെഡി എത്ര ഷെയർ ഉണ്ട്? 10,000. സോ 10,000 ഷെയറിന് 1.18 എന്ന് പറയുമ്പോൾ 11,800 രൂപയുടെ റീറ്റെയിൻ ഏർണിങ്സും കൂടി വരൂലേ? ഇത് ക്വസ്റ്റ്യൻ നോക്കുക. പണ്ടുണ്ടായിരുന്ന സിറ്റുവേഷനാണ് പറയുന്നത്. ഒരു കമ്പനിക്ക് 30,000, 10,000, 1,60,000 ക്യാപിറ്റൽ ആ സ്ട്രക്ചർ ഉണ്ടായിരുന്നേ. ആ കമ്പനി ഏർണിങ്സ് എത്ര ഉണ്ടാക്കി? 2.36 ഉണ്ടാക്കി. റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് 1.18 വെച്ചു എന്ന് പറഞ്ഞാൽ 11,800 രൂപയുടെ റീറ്റെയിൻ ഏർണിങ്സ് കൂടി കയറിയില്ലേ? അപ്പൊ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരു മാറ്റം വരൂലേ? മനസ്സിലായ? 11,800 കൂടി വരും. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ഇതാണ് ഒപ്റ്റിമൽ മിക്സ്. റീറ്റെയിൻ ഏർണിങ്സിൽ എന്ത് വന്നിട്ടുണ്ട്? ഗ്രോത്ത് വന്നിട്ടുണ്ട് 11,800. അപ്പൊ ഇവിടെ മിക്സ് ചേഞ്ച് ആവും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ പോർഷൻ തീർക്കാം. പാർട്ട് തീർക്കാൻ പറ്റും, അത് തീർത്തിട്ട് മെല്ലെ മെല്ലെ അങ്ങ് കൊണ്ടുപോകാം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ന്യൂ ഡെറ്റ്. അത് കണ്ടുപിടിക്കുക. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കോസ്റ്റ് ഓഫ് ന്യൂ ഡെറ്റ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ന്യൂ ഡെറ്റ്. എന്താ സംഭവം? അതിൽ ഫസ്റ്റ് വൺ എന്താണ്? കോസ്റ്റ് ഓഫ് ന്യൂ ഡെറ്റ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇറഡീമബിൾ ആണോ റെഡീമബിൾ ആണോ നോക്ക്. ക്വസ്റ്റ്യനില് റിഡംഷൻ എത്രയാണെന്ന് പറയണ്ട. സോ ഇറഡീമബിൾ എന്നുള്ള രീതിയിൽ എടുത്തൂടെ. സോ യു ക്യാൻ ടേക്ക് ഇറഡീമബിൾ. അപ്പൊ എത്ര വരാം? KD is equal to I into 1 minus tax divided by net proceeds. I is equal to 100 into 16%. One minus tax 0.5, NP 96. മാർക്കറ്റ് പ്രൈസ് എടുത്തൂടെ? ക്ലിയർ ആണോ? സോ പുതിയ ഇഷ്യൂ ആണ്. ഓക്കെ, പുതിയ ഇഷ്യൂ പ്രൈസ് എത്രയെന്ന് പറയണ്ട. നോക്ക്, നമ്മളിപ്പോ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പോവല്ലേ? ഡിബെഞ്ചർ എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല. മാർക്കറ്റ് പ്രൈസ് എത്രയാ? 96. അപ്പൊ 96 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്തു എന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. നോക്കാം. സോ ന്യൂ ഇഷ്യൂ ആണ്. സോ നിങ്ങൾക്ക് 96 തന്നെ എടുക്കാം. ഇഷ്യൂ പ്രൈസ് നോക്ക്. ഇഷ്യൂ പ്രൈസ് നമ്മൾ NP എടുക്കണ്ടേ? NP ഈക്വൽ ടു ഇഷ്യൂ പ്രൈസ് മൈനസ് എന്ത് വരണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരണം. ഓക്കെ, സിൻസ് ഇഷ്യൂ പ്രൈസ്
അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് നോട്ട് ഗിവൺ, അസ്യൂം എന്ത് ഇഷ്യൂ പ്രൈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ്. Therefore, NP is equal to 96 minus flotation cost. So flotation cost 0 അല്ലേ? അങ്ങനെ 96 മൈനസ് 0 വരും. 96 കിട്ടും. മനസ്സിലായോ? ന്യൂ ഇഷ്യൂ ആകുമ്പോൾ ഇഷ്യൂ പ്രൈസ് മൈനസ് ഫ്ലോട്ടേഷൻ വരും. ഇഷ്യൂ പ്രൈസ് തരാത്തതുകൊണ്ട് ഇഷ്യൂ പ്രൈസ് എന്തായിട്ട് എടുക്കും? മാർക്കറ്റ് പ്രൈസ് ആയിട്ട് എടുക്കും. ഓക്കെ അല്ലേ? ആൻഡ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 0 അല്ലേ? സോ അങ്ങനെ ആണെങ്കിൽ NP എന്തെടുക്കുക? 96 എടുക്കുക. സോ ഇതിന്റെ ആൻസർ എത്രയാ വരിക? 8 divided by, final answer is 8.83 ആണോ? 833 ആ? 8.33 ആ? ശരി. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പ്രിഫറൻസ് ഷെയറിന്റെ കോസ്റ്റ് അല്ലെ? സോ നെക്സ്റ്റ് ഏതാ? സെക്കൻഡ് വൺ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് shares. So KP is equal to preference dividend by, yes, so net proceeds. So preference dividend is equal to 1.1. Net proceeds equal to 9.2 അല്ലേ? സോ നിങ്ങൾക്ക് 9.2 എടുക്കാം. സോ ഇതെന്താ അസ്യൂം ചെയ്തിട്ടുണ്ട്? അസ്യൂംഡ് ആസ് എക്സ് ഡിവിഡൻഡ്. ക്ലിയർ ആണോ? സോ എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് വേണം എടുക്കാൻ. ക്ലിയർ ആണോ? പ്രിഫറൻസിന്റെ കേസിൽ എക്സ് ഡിവിഡൻഡ് എടുക്കണം. സോ ഇത് എക്സ് ഡിവിഡൻഡ് എന്നുള്ള രീതിയിൽ എടുത്താൽ 1.1 by 9.2 എത്രയാ? ഓക്കെ ആണോ? സെറ്റാണ്? ക്ലിയർ ആണല്ലോ? അടുത്ത എത്ര വരുന്നടാ? 11.96 കറക്റ്റാ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി അല്ലെ? ഈ കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് എന്താ? D1 by, ഇത് ന്യൂ ഇക്വിറ്റി അസ്യൂംഡ് ഫ്രം റീറ്റെയിൻഡ് ഏർണിംഗ്. സോ D1 by P plus G ആണ്. സോ D1 എത്രയാ വരുന്നത്? നെക്സ്റ്റ് ഇയറിന്റെ ഡിവിഡൻഡ് എത്രയാ പറഞ്ഞേ? സോ D1 is equal to 2.36 into 50% അല്ലെ? അപ്പൊ നിങ്ങൾക്ക് 1.18 എടുക്കാം. സോ ദ പ്രൈസ് ഇസ് ഗിവൺ അറ്റ് 23.6 അല്ലേ? അപ്പൊ 23.6 നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസ് എടുക്കാം. ക്ലിയർ ആണോ? ആൻഡ് പ്ലസ് ഗ്രോത്ത് എത്രയാ? 10%. സോ 0.1. അത് സെപ്പറേറ്റ് ചെയ്താണോ? സോ G is equal to 10%. എങ്ങനെ കിട്ടി? ഫ്രം ദ ടേബിൾ അല്ലെ? അതായത് ഒരു വർഷത്തിൽ അത്ര ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് കാണിക്കുക. ഓക്കെ ആണോ? So G is equal to 10% from the table. So അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇൻ 1 year 1 rupee change to 1.1 അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ അല്ലേ?
2013 1 ആയിരുന്നു, 2014 1.1 ആയി. സോ ദർ ഇസ് എ ഗ്രോത്ത് ഓഫ് 10%. അങ്ങനെ എന്തെങ്കിലും നോട്ട് കൊടുത്താൽ മതി. ഡൗട്ട് ഉണ്ടോടാ? ഇല്ലല്ലോ, ക്ലിയർ ആയില്ലേ? അപ്പോ ആൻസർ എത്രയാ വരുന്നത്? 1.18 by 23.6, 0.05 plus 0.1, 0.15, 15%. Correct. So 15% ആണ് ആൻസർ. So third question answer, 15% equal to KE. Clear ആണോ? യെസ്. സി KR ആൻസർ എന്തായിരിക്കും? 15% ആണ്. സി ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അസ്യൂംഡ് ഇറ്റ് ഈസ് ഫ്രം റീറ്റെയിൻഡ് ഏർണിങ്സ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഇഷ്യൂ ചെയ്യാത്തതുകൊണ്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്? എല്ലാം കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെൻ നോ ന്യൂ ഷെയർസ് ആർ ഇഷ്യൂഡ്. സി പുതിയ ഷെയറുകൾ ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ ഓക്കെ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ക്ലിയർ ആണോ? സോ ശ്രദ്ധിക്ക്, നിങ്ങൾക്കിപ്പോ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. എത്ര റീറ്റെയിൻഡ് ഏർണിങ്സ് വരും നോക്ക്? 1.18 അല്ലേ പെർ ഷെയർ. ഇപ്പൊ ടോട്ടൽ എന്ത് വരുന്നുണ്ട്? 10,000 ഷെയറിന് 11,800 രൂപയുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് കയറി വരും. നിങ്ങൾ പുതിയതായിട്ട് എന്ത് ചെയ്യുന്നില്ല? വേറെ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. സോ ഈ 11,800 ഉള്ളൂ. സോ അങ്ങനെ വരുമ്പോ ശ്രദ്ധിച്ചേക്കണേ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒപ്റ്റിമൽ മിക്സ് മെയിൻറ്റെയിൻ ചെയ്യണ്ട എപ്പോഴും. ക്ലിയർ ആണോ? ഒപ്റ്റിമൽ മിക്സ് നമ്മൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ വെയിറ്റേജ് എപ്പോഴും 0.8, 0.15, 0.05 ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ക്ലിയർ ആണോ? അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ ആലോചിച്ച് നോക്കാം, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇക്വിറ്റിയുടെ പോർഷനിൽ ആകെ ഇൻക്രിമെന്റ് വരുന്നത് ഏതിലാണ്? റീറ്റെയിൻഡ് ഏർണിങ്സിലാണ് ചേഞ്ച് വരുന്നത്. ദാറ്റ് മീൻസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആ ഒരു 11,800 രൂപ ഇവിടെ എന്തായാലും കയറും. ക്ലിയർ ആണോ? അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ? ഡിബെഞ്ചറും പ്രിഫറൻസും കൊണ്ടുവന്നേ പറ്റുള്ളൂ. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല. എടാ 11,800 റേസ് ചെയ്യുമ്പോൾ നോക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ബിസിനസ് നോക്ക്, ഇപ്പോൾ ഉള്ള കേസിൽ എങ്ങനെയുള്ള 2 ലക്ഷമല്ലേ അല്ലേ? നിങ്ങൾ ഈ വർഷം എൻഡ് ആകുമ്പോഴേക്കും റീറ്റെയിൻ ഏർണിങ്സ് ഒക്കെ വരുമ്പോൾ എത്രയാണ് വരുന്നത്? 11,800 രൂപയുടെ റീറ്റെയിൻ ഏർണിങ്സ് വരുന്നുണ്ട്. സോ ഇവിടെ ഇതിൽ മാത്രം ഇക്വിറ്റി ഷെയറിൽ 160 സോ അതിന്റെ കൂടെ ഇക്വിറ്റി എടുക്കാം. നമുക്ക് ഇക്വിറ്റി ഷെയർ പ്ലസ് റിസർവ്സ് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാം. സോ അങ്ങനെ എടുക്കുമ്പോൾ ഇതിലൊരു ചേഞ്ച് വരുമല്ലോ. ഇവിടെ 11,800 കയറി വന്നാല് മൊത്തത്തിൽ ആവറേജ് പെർസെന്റേജ് നോക്കുമ്പോൾ ഒരു ചേഞ്ച് വരും. നമ്മളെ ആ ഒരു 15, 5 and 8 എന്നുള്ള പെർസെന്റേജിൽ നിൽക്കൂല. അങ്ങനെ നിർത്തണമെങ്കിൽ ഇവിടെയും ഇവിടെയും നിങ്ങൾ എന്ത് കൊണ്ടുവരേണ്ടി വരും? എന്താടാ അല്ലെ? ഡിബെഞ്ചറും പ്രിഫറൻസും കൊണ്ടുവരണ്ടേ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇവർ പറയുന്നത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഷെയർ ഇനിയൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. ദാറ്റ് മീൻസ് ഓൾ റീറ്റെയിൻ ഏർണിങ്സ് തന്നെ അത് വെച്ചിട്ടാണല്ലേ. സോ എന്ത് വരും? അഡീഷണൽ എന്ത് വരും? ഡിബെഞ്ചറും പ്രിഫറൻസ് വരും. ഓക്കെ. സോ അഡീഷണൽ ആയിട്ട് ഡിബെഞ്ചർ വരുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് പ്രിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ പുതിയ ഡിബെഞ്ചർ ഉണ്ട്, പുതിയ പ്രിഫറൻസ് ഉണ്ട്. പക്ഷെ പുതിയ ഇക്വിറ്റി ഷെയർ അല്ല, റീറ്റെയിൻ ഏർണിങ്സ് ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് ചോദിക്കുന്നത്. സോ നോക്ക്, നിങ്ങൾക്ക് വെയിറ്റേജ് എന്തായാലും ഇതല്ലേ വരുള്ളൂ. ഓക്കെ. നോക്ക്, പുതിയ ഡിബെഞ്ചർ ഇല്ലേ? പുതിയ ഡിബെഞ്ചറിന് എത്രയാ കോസ്റ്റ്? നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 8.83 വരൂലേ?
ഇനി പുതിയ പ്രിഫറൻസ് ഇല്ലേ, എത്രയുണ്ട്? 11.96. അതെന്തായാലും പ്രിഫറൻസ് ഇഷ്യൂ ചെയ്യണ്ടേ? സി എമൗണ്ട് എത്ര ആയിക്കോട്ടെടാ, പ്രൊപ്പോർഷൻ വിൽ ബി സെയിം അല്ലേ, 5%. ഇനി 11,800 എന്തുണ്ട്? റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ കൊണ്ടുവരണോ? വേണ്ട. സോ 11,800 റീറ്റെയിൻ ഏർണിങ്സ്. റീറ്റെയിൻ ഏർണിങ്സിന് എത്രയാ കോസ്റ്റ്? നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. KE 15% പറഞ്ഞില്ലേ, റീറ്റെയിൻ ഏർണിങ്സ് എടുക്കുന്നതുകൊണ്ടാണ് അത് 15% വന്നത്. സോ അത് നിങ്ങൾക്ക് എന്തെന്നെ എടുക്കാം. ക്ലിയർ ആണോ? സോ പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. കാരണം പുതിയ ഷെയർ ഇഷ്യൂ ചെയ്ത് എന്താ സംഭവിക്കുക അറിയോ? പുതിയ ഷെയറിന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരും. ഇപ്പൊ പുതിയ ഷെയറിന്റെ കോസ്റ്റ് KE മാറും. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറച്ചും കൂടി ഒരു 20,000 അല്ലെങ്കിൽ ഇവിടെ ഒരു 80,000 എക്സ്ട്രാ നിങ്ങൾ ന്യൂ ഷെയർ കൊണ്ടുവന്നാൽ അതിനനുസരിച്ചിട്ട് ഇതും കൊണ്ടുവരേണ്ടി വരും. മനസ്സിലായാ? സോ ഇപ്പൊ സംഭവിക്കുന്ന കാര്യം നോക്കാം, നിങ്ങൾക്ക് ഇത് മാത്രമേ എക്സ്ട്രാ ഇവിടെ വരുന്നുള്ളൂ. സോ ഒപ്റ്റിമൽ മിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് രണ്ടും കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഓക്കെ, സോ പുതിയ ഡെറ്റും വേണം, പുതിയ പ്രിഫറൻസും വേണം. പുതിയ ഡെറ്റിനും പ്രിഫറൻസിനും കോസ്റ്റ് എന്താന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സോ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല, റീറ്റെയിൻ ഏർണിങ്സ് ഉള്ളൂ. സോ റീറ്റെയിൻ ഏർണിങ്സിന്റെ കോസ്റ്റ് ആയിട്ട് വരുന്നത് എന്ത് തന്നെയാ? 15% തന്നെയാണ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഇപ്പൊ അടുത്ത C ആൻഡ് D പാർട്ടിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പാർട്ട് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും നമുക്ക്. ഓക്കെ, സോ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നോക്കിയാൽ മാത്രം മതി. ഈ ക്വസ്റ്റില് എന്ത് ചെയ്യണം? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. കമ്പ്യൂട്ട് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെൻ ന്യൂ ഷെയർസ് ആർ ഇഷ്യൂഡ് അല്ലെ. സോ ടേക്ക് ദ വെയിറ്റേജ്, ടേക്ക് ദ കോസ്റ്റ്, ഇത്രേ ഉള്ളൂ. സോ ഏതാ? കമ്പ്യൂട്ടേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ഇക്വിറ്റി, ഡിബെഞ്ചർ, പ്രിഫറൻസ്. നിങ്ങൾ എമൗണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, ഇവിടെ വെയിറ്റേജ് ഉണ്ടല്ലോ. എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന എന്തിനാ? വെയിറ്റേജ് കണ്ടുപിടിക്കുന്നത്. സോ വെയിറ്റേജ് ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. സോ 0.8, 0.15 ആൻഡ് 0.0. ക്ലിയർ? തെറ്റല്ലേ? സോ ഇനി നിങ്ങൾക്ക് കോസ്റ്റ് എടുക്കാം. സോ ദ കോസ്റ്റ് ഇസ് 15% ഫോർ ഇക്വിറ്റി, 8.83 ആൻഡ് 11.86 ആണ്. 33, എനിക്കത് മൈൻഡ് 8.33, സോറി, അത് മൈൻഡിൽ വന്ന തീർന്നു. 8.33, 11.96. സോ ഈ പെർസെന്റ് വെച്ചിട്ട് നിങ്ങൾ കോസ്റ്റ് വേണം ഒന്ന് കണ്ടേ. ഓക്കെ, സോ കോസ്റ്റ് എത്ര കിട്ടുന്നത്? 13.8475 ആണോ? സോ 13.85 ആകും. 13.85%. സോ എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെസിമൽ ഫുൾ ചെയ്ത് അടുത്തതിൽ അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ചെയ്താൽ മതി. സോ രണ്ടും ഇട്ടല്ലോ, ഓക്കെ അല്ലേ? സോ ടെക്സ്റ്റിൽ ആൻസർ ചെയ്യുന്നല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, നേരെ KD കണ്ടു, KP കണ്ടു, പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയതുകൊണ്ട് നമുക്ക് സെയിം ആയിരിക്കും. KR ആൻഡ് KE സെയിം എന്നുള്ള രീതിയിൽ 15% കണ്ടു. സി നോക്ക്, വായിച്ചു നോക്കി, ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കി. Determine the amount that can be spent for capital investment before new ordinary shares must be sold
assuming that retained earnings for the next year investment is 50% of 2022. ശ്രദ്ധിച്ചേട്ടെ, എന്താ പറഞ്ഞ ഡിറ്റർമൈൻ ദ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി സ്പെൻഡ് ഫോർ, അവിടെ വരെ കുഴപ്പമില്ല, ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നിങ്ങൾക്ക് എത്ര പൈസ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എന്ത് ഇഷ്യൂയിങ് ന്യൂ ഷെയർസ്. പുതിയ ഷെയർ എന്ത് ചെയ്യാൻ പാടില്ല, ഇഷ്യൂ ചെയ്യാൻ പാടില്ല. സോ പുതിയ ഷെയർ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എമൗണ്ട് റേസ് ചെയ്യും. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യരുത്. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള റീറ്റെയിൻഡ് ഏർണിങ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ക്യാപിറ്റൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും എന്നാ ചോദിക്കുന്നത്. ശ്രദ്ധിക്ക്, നിങ്ങൾക്ക് റീറ്റെയിൻ ഏർണിങ്സ് എത്രയുണ്ട്? 11,800 ഇല്ലേ? അപ്പൊ റീറ്റെയിൻ ഏർണിങ്സ് 11,800 ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതേ പ്രൊപ്പോർഷൻ മീൻസ് നമ്മളെ ഒപ്റ്റിമൽ സ്ട്രക്ചറിൽ എന്ത് കൊണ്ടുവരാൻ പറ്റും? ഡിബഞ്ചർ പ്രിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായ? അപ്പൊ 11,800 മാത്രമാണോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാല്ല, ഡിബഞ്ചറും പ്രിഫറൻസും പ്രൊപ്പോർഷനേറ്റിൽ കൊണ്ടുവന്നിട്ട് അതും കൂടി അടക്കം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാ ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? മനസ്സിലായോ? നിങ്ങൾക്ക് റീറ്റെയിൻ ഏർണിങ്സ് എത്ര ഉണ്ട്? 11,800 ഉണ്ട്. അത് നമ്മുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് എത്ര പെർസെന്റേജ് ആയിരിക്കും? റീറ്റെയിൻ ഏർണിങ്സ് എപ്പോഴും എത്ര പെർസെന്റേജിലാണ്? 80%, അല്ലേടാ? ഒപ്റ്റിമൽ സ്ട്രക്ചർ എത്രയാ? 80% അല്ലേ? സോ നിങ്ങൾക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ 80% എന്ത് വെച്ചിട്ട് എടുക്കും? റീറ്റെയിൻ ഏർണിങ്സ്. ബാക്കി 20% എന്തിന്? പ്രിഫറൻസ് ഡിബഞ്ചറും കൊണ്ടുപോയിട്ട് നിങ്ങൾ ചെയ്യും. സോ ആ പൈസ നിങ്ങൾ എന്തായാലും കൊണ്ടുവരും. സോ ടോട്ടലി നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. അത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നിങ്ങൾക്ക് പറ്റും. ക്ലിയർ അല്ലേ? സോ ഇവിടെ ചോദിച്ചത് എത്ര ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചേ. സി യു ഹാവ് റീറ്റെയിൻ ഏർണിങ്സ് ഓഫ് 11,800. ദാറ്റ് ഈസ് 0.8 ഓഫ് അല്ലെങ്കിൽ 80% ഓഫ് ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. സോ ബാക്കി ഫണ്ട് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുവരാം? ബൈ ഇഷ്യൂയിങ് ദ ഡിബെഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ്. സോ അങ്ങനെ കൊണ്ടുവരുമ്പോ ഒപ്റ്റിമൽ സ്ട്രക്ചറിൽ മാറ്റം വരുമോ? ഇല്ല. ക്ലിയർ അല്ലേ? സംഭവം മനസ്സിലായ? ഓക്കെ. സോ താഴെ എഴുതിക്കോ കേട്ടോ. സി എന്ന് എഴുതാം. സോ സി. ഓക്കെ. സോ റീറ്റെയിൻഡ് ഏർണിങ്സ് എത്രയുണ്ട് നോക്കാം. റീറ്റെയിൻഡ് ഏർണിങ്സ് ഈക്വൽ ടു 50% ഓഫ് 2022 EPS into 10,000. That is 1.18. ഇതെങ്ങനെ EPS എടുത്താൽ മതി കേട്ടോ. 50% ഓഫ് 2.36 into 10,000. That is 1.18 into 10,000 equal to 11,800 rupees. മനസ്സിലായ? ക്ലിയർ അല്ലടാ? അപ്പോ ബിഫോർ ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് we have 11,800 അല്ലെ, in the form of retained earnings for investment. സെറ്റ് ആണോ? സോ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ 11,800 രൂപ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. സോ we know equity consists of അല്ലെങ്കിൽ equity is 80% of the total capital അല്ലേ? Therefore total capital investment is equal to 11,800 divided by 80%, 14,007. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ മീനിങ് മനസ്സിലായല്ലോ? സോ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? സോ വി ക്യാൻ റേസ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ് കേട്ടോ, ഫോർ അണ്ടർസ്റ്റാൻഡിങ്. we can raise a total of 14,750
50 rupees. Okay. So which consists of and the 80% retained earnings 11,800 അല്ലേ? യെസ്. ഡിബെഞ്ചേഴ്സ് എത്ര വരിക? ഡിബെഞ്ചേഴ്സ് 15% ഓഫ് 14,750. സോ ടോട്ടലിന്റെ 15% എത്ര നോക്കും? 14,750 into 15%. 12.5 ആണോ? യെസ്. ബാക്കി പ്രിഫറൻസ് $737.5 അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ സംഭവം മനസ്സിലായോ? നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ 14,750 വരെ റേസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി വി ഹാവ് 11,800. ക്ലിയർ അല്ലേ? ബാക്കി ഡിബെഞ്ചറും പ്രിഫറൻസും ഇഷ്യൂ ചെയ്താൽ എനിക്ക് 14,750 ഉണ്ടാക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് എന്ത് മാറുന്നില്ല? ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ നോട്ട് ചേഞ്ച്. ക്ലിയർ അല്ലേ? സോ ഈ 14,750 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താവും? ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ നോട്ട് ബി അഫക്റ്റഡ്. ഇറ്റ് വിൽ ബി ഓപ്റ്റിമൽ. മനസ്സിലായോ? സോ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ നോട്ട് ബി അഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ എഴുതി കേട്ടോ. ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ നോട്ട് ബി അഫക്റ്റഡ് ആണോ? ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ നോട്ട് ബി അഫക്റ്റഡ്. സോ ആ ഡെറ്റ് ടു ഇക്വിറ്റി മിക്സ് അതൊന്നും മാറൂല. ഡെറ്റ് ടു ഇക്വിറ്റി ഒക്കെ മാറുമ്പോൾ അതിനനുസരിച്ച് റിസ്ക് ഒക്കെ മാറും. മനസ്സിലായോ? കുറെ മാറ്റം വരും. സെറ്റായല്ലേ? അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഭയങ്കര സിമ്പിളാ. അത് വല്ല സിമ്പിളാ. വായിച്ചു നോക്കി. കമ്പ്യൂട്ട് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നിങ്ങൾ എന്താ കാണണ്ടേ? കമ്പ്യൂട്ട് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എപ്പോ? വെൻ ഫണ്ട് എക്സീഡ്സ് ദ എമൗണ്ട് കാൽക്കുലേറ്റഡ് ഇൻ സി, അസ്യൂമിങ് ന്യൂ ഇക്വിറ്റി ഈസ് ഇഷ്യൂഡ് അറ്റ് 20 per share. നോക്ക്, അവര് പറഞ്ഞ എന്താ? ഫണ്ട് എന്ത് എക്സീഡ് ചെയ്യണം? സീല് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടണ്ടേ? സീല് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് എത്രയാ? 14,750 അല്ലേ? അതിനേക്കാളും ₹1 കൂടണമെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് കയ്യിലുണ്ടാ? റീറ്റെയിൻഡ് ഏർണിങ്സ് അവിടെ തീർന്നില്ലടാ. ആ 14,750 വരെ നിങ്ങൾക്ക് റീറ്റെയിൻഡ് ഏർണിങ്സും വന്നു, ഡെറ്റ് കുറച്ച് വന്നു, ഡിഫറൻസ് വന്നു. ഈ 14,750 കൂടുതലായിട്ട് നിങ്ങൾ ₹1 റേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും? ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ചെയ്യണ്ടേ? പുതിയ ഷെയർ ചെയ്യണ്ടേ? പുതിയ ഡിബെഞ്ചർ വേണം, പുതിയ പ്രിഫറൻസ് വേണം. പുതിയ ഡിബെഞ്ചറും പുതിയ പ്രിഫറൻസിന്റെ കോസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ പുതിയ ഷെയറും കൂടി ഇഷ്യൂ ചെയ്യേണ്ടി വരും. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പുതിയ ഷെയറിന്റെ ഇഷ്യൂ പ്രൈസ് വന്നിട്ടുണ്ട് എത്രയാ? 20. അപ്പൊ പുതിയ ഷെയറിന്റെ KE മാറും. മനസ്സിലായാ? സോ ഇഫ് ഇറ്റ് എക്സീഡ്സ് 14,750 we have to issue new share. So the cost of equity of new share will be this much. Settle? So if total fund exceeds 14,750, we should issue new equity shares at ₹20 per share. Clear ആണോ? യെസ്. സെറ്റ് അല്ലേ? യെസ്. എന്നിട്ട് ന്യൂ KE will be, so D1 എത്രയാ? എക്സ്പെക്ടഡ് D1 by
d1 by p plus g അല്ലേ? സോ d1 എത്രയാ? 1.18 അല്ലേ? p എത്ര എടുക്കും? 20 എടുക്കും. നേരത്തെ നിങ്ങൾ 23.6 എടുത്തു. അതെന്തിന്? റീറ്റെയിൻ ഏർണിംഗ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫ്രം ദ റീറ്റെയിൻ ഏർണിംഗ്സിന് വേണ്ടിയിട്ട് 23.6 എടുത്തു. പക്ഷെ ഇത് പുതിയ ഷെയറാണ്, അപ്പൊ 20 എടുക്കണം. ഇപ്പോ ക്വസ്റ്റിൽ ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യണ്ടേ? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ മൈനസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്ലസ് 0.1 എത്ര വരുന്നത്? 1.18 by 20 plus 1, 15.9. അപ്പൊ കെ പുതിയത് കിട്ടിയോ? ക്ലിയർ. ഇനി നിങ്ങളോട് ചോദിച്ചാൽ എന്താ? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ? അതായത് ആ 14,850 ശേഷം നിങ്ങൾ 1 രൂപ റേസ് ചെയ്യുമ്പോൾ എത്രയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത്? മനസ്സിലായോ? യെസ്. അപ്പൊ അതിന് ശേഷം വരുമ്പോ നിങ്ങൾക്ക് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും. പക്ഷെ ബാക്കിയുള്ളതിന്റെ ഒക്കെ പ്രൊപ്പോർഷൻ വിൽ ബി സെയിം. ഡിബെഞ്ചറും പ്രിഫറൻസ് ഇഷ്യൂ ചെയ്യണ്ടേ? അപ്പൊ ഡിബെഞ്ചറിന്റെയും പ്രിഫറൻസിന്റെയും സെയിം ആയിരിക്കും. അതിൻ്റെത് 8.33 ആൻഡ് 11.56 തന്നെ ആയിരിക്കും. 11.96 ആയിരിക്കും. സോ ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 15.9ന്റെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? അപ്പൊ ഇത് വെയിറ്റ് കോസ്റ്റ്. സോ നിങ്ങൾ ഇക്വിറ്റി, ഡെറ്റ്, പ്രിഫറൻസ്, ദെൻ ഫൈൻഡ് ഔട്ട് കോസ്റ്റ്. എത്രയാണ് കണ്ടുപിടിച്ചത്? ഓക്കെ അല്ലേ? സോ ആൻസർ എത്രയാ? 14.567. സോ 57%. ടെക്സ്റ്റ് ബാക്ക് ഒക്കെ ആൻസർ ആയിട്ടല്ലേ? ഇപ്പോ ക്വസ്റ്റ്യൻ തീരുമ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ആ, അപ്പോ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഓക്കെ, ആഫ്റ്റർ ബ്രേക്ക് നമുക്ക് ഇന്നലത്തെ ടോപ്പിക്കിന്റെ എക്സാം നാളെ അല്ലേ? ഇന്ന്. ആ, നിങ്ങൾ ചെയ്യ നോക്കട്ടെ. നിങ്ങള് എന്ത്, നാളെ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഇന്ന് അത് ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് 2 ക്വസ്റ്റ്യൻ ഇപ്പൊ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കണമെന്നുണ്ട്. ആ 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഹോം എക്സാം ആയിട്ട് എഴുതുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീൽ ഡിസ്കസ്. ക്ലാസ് എടുക്കുമ്പല്ലേ? ക്ലാസ് എടുക്കില്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ തരും. നിങ്ങൾ എക്സാം ആയിട്ട് മാർക്ക് വരും, ഫൈൻ വരും.